ഇവിടെ പ്രേക്ഷകരെ സർവകലാശാല രജിസ്ട്രാർക്കെതിരായ നടപടി കൂടി വന്നതിന് പിന്നാലെ അങ്ങനെ ഈ ഗവർണർ സർക്കാർ പോര് പൂർണ്ണമായും ഒരു പോർമുഖം അവിടെ ഒരു പോർമുഖം തുറന്നിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ ഈ ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്നാണ് CPIM പറയുന്നത്. രാജ്ഭവനിൽ വച്ചിട്ടുള്ളത് RSS സങ്കല്പത്തിലുള്ള ഭാരതമാതാവാണ്. തുടക്കം മുതൽ തന്നെ CPIMന്റെ നിലപാടും അത് തന്നെയാണ്. കാവി സാരി അണിഞ്ഞ സ്ത്രീ രൂപത്തെ ഭാരതമാതാവിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ല. ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഭാരതമാതാവ് കാവി വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളെ ഭാരതമാതാവായി കാണാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞതും പിന്നീട് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതും CPIMന്റെ പൊതു നിലപാടും. ഇപ്പോൾ ഈ രജിസ്ട്രാർക്കെതിരായ നടപടി കൂടി വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഗവർണർ പോര് അത് പാരമ്യത്തിലേക്കാണോ? സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയ ശക്തിപ്പെട്ട ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഗവർണർക്കെതിരായിട്ടുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾ രാജ്ഭവനിൽ അടിച്ചേൽപ്പിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭരണഘടനയ്ക്ക് വിധേയനായി അതിന്റെ സംരക്ഷകനായിട്ടാണ് ഗവർണർ നിലകൊള്ളേണ്ടതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. രാജ്ഭവനിൽ സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ചുള്ള ഭാരതാംബയുടെ ചിത്രമാണ് അവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ വെച്ചിട്ടുള്ളത് RSSന്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവാണ്. കാവി സാരി അണിഞ്ഞ സ്ത്രീ രൂപത്തെ ഭാരതമാതാവിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് മന്ത്രിമാരായ P പ്രസാദും V ശിവൻകുട്ടിയും ആ പരിപാടി ബഹിഷ്കരിച്ചത്. ആ നടപടി ശരിയായിരുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. തെറ്റായ ഭൂപടമാണ് സ്ത്രീ രൂപത്തിനൊപ്പം രാജ്ഭവനിൽ വെച്ചിട്ടുള്ള വിമർശനം കൂടി ഉൾക്കൊള്ളുന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനം. ഏതെങ്കിലും തരത്തിൽ ഗവർണറോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചന കൂടിയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഗവർണർ എടുക്കുന്ന നിലപാടുകളൊക്കെ തെറ്റാണ്, അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനം സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നു. ഈ രജിസ്ട്രാർ നടപടിയെക്കുറിച്ച് നേരിട്ട് വിമർശനം വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഗവർണർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളൊക്കെ ഭരണഘടനാ ലംഘനമാണ്. അത് ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. ഈ തുടർ പ്രതികരണങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഇന്നുണ്ടോ അർജുന ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? വിഷയത്തിൽ എന്തായാലും വലിയ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സംസ്ഥാന സർക്കാരും CPIM ഒക്കെ വലിയ വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇടത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇന്നും സമരമുഖത്താണ്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ സർവകലാശാലകളിലേക്കൊക്കെ പ്രതിഷേധ മാർച്ചും രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് പുതിയ രജിസ്ട്രാർ വരികയാണെങ്കിൽ അവരെ തടയാനുള്ള സാഹചര്യമുണ്ട്. പഴയ രജിസ്ട്രാർ തന്നെ വീണ്ടും ആ സർവകലാശാലയിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇന്നും സംഭവപരമായിരിക്കും. വലിയ പ്രതിഷേധങ്ങൾക്ക് തിരുവനന്തപുരം അരങ്ങേറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണവും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭാരതാംബ ഈ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭാരതാംബ RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ആ രൂപം, കാവിസാരി ഉടുത്ത കാവി വസ്ത്രം ധരിച്ച ആ രൂപത്തെ ഭാരതാംബ പ്രതീകമായി കാണാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPIM.